പ്ലസ് ടു ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് സിമ്പിളായിട്ട് 10 മിനിറ്റ്സിനുള്ളിൽ നോക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്, ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ്. അപ്പോൾ എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം. 2 പെയേഴ്സ് ഓഫ് ജീൻസിൻ്റെ ഇൻഹെറിറ്റൻസിനെ സ്റ്റഡി ചെയ്യാൻ നടത്തിയ ക്രോസ് ആണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. മെൻഡൽ 2 പീ സീഡ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു, യെല്ലോ കളറിലുള്ള റൗണ്ട് സീഡിനെയും ഗ്രീൻ കളറിലുള്ള വ്രിങ്കിൾഡ് സീഡ്സിനെയും. അപ്പോൾ റൗണ്ട് യെല്ലോ സീഡിനെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് എടുക്കാം. അതേസമയം വ്രിങ്കിൾഡ് ഗ്രീൻ സീഡിൻ്റെ ആ ഒരു അലീൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സ്മാൾ വൈ ആണ്. കൂടുതൽ എക്സ്പ്രസ് ചെയ്തത് യെല്ലോ കളറാണ് ഗ്രീനിനേക്കാളും, അതുകൊണ്ട് അതിനെ ഡോമിനൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പാണ് വ്രിങ്കിൾഡിനേക്കാളും ഡോമിനൻ്റ് ആയത്. അപ്പോൾ നമുക്ക് ഡോമിനൻ്റ് യെല്ലോ സീഡിനെ എന്താണ് ക്യാപിറ്റൽ വൈ ആയിട്ട് എടുക്കാം. അതേസമയം റെസസീവ് ഗ്രീൻ സീഡിനെ സ്മോൾ വൈ ആയിട്ട് എടുക്കാം. റൗണ്ട് ഷേപ്ഡ് സീഡ്സിനെ ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം. അതുപോലെ തന്നെ വ്രിങ്കിൾഡ് ഷേപ്പ് ആയിട്ടുള്ള സീഡിനെ സ്മാൾ ആർ എന്നും എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യുന്നതെന്ന് നോക്കാം. പാരൻസ് ആയിട്ടുള്ള റൗണ്ട് യെല്ലോ സീഡ്സിനെയും വ്രിങ്കിൾഡ് ഗ്രീൻ സീഡ്സിനെയും തമ്മിലാണ് മെൻഡൽ ക്രോസ് ചെയ്യിപ്പിച്ചത്. അതിൽ റൗണ്ട് യെല്ലോ സീഡ്സിനെ നമുക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് എടുക്കാം. പിന്നെ വ്രിങ്കിൾഡ് ഗ്രീൻ സീഡ്സിനെ സ്മാൾ വൈ എന്ന് എടുക്കാം. ഇനി അതിൻ്റെ ഗാമേറ്റ് എഴുതുമ്പോൾ അപ്പോൾ 2 ക്യാപിറ്റൽ ആറും 2 ക്യാപിറ്റൽ വൈയും ഉണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നും ഒരു പെയർ നമ്മൾ അതിൽ നിന്നും എടുക്കുന്നു. ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും, ആദ്യത്തെ ആ ഒരു റൗണ്ട് യെല്ലോ സീഡിൻ്റെ ആ ഒരു ഗാമേറ്റ്. ഇനി അടുത്ത വ്രിങ്കിൾഡിൽ വരുമ്പോൾ ക്യാപിറ്റൽ ആറും സ്മാൾ വൈയും, ഇതാണ് അതിൻ്റെ ഗാമേറ്റ് ആയിട്ട് വരുന്നത്. ഇനി ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും സ്മാൾ വൈയും തമ്മിൽ എന്ത് ചെയ്യിപ്പിക്കുക, ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ എന്ന് കിട്ടും. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, അതുപോലെ തന്നെ സ്മാൾ വൈ, ഈ ഗാമേറ്റിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ആറിനെ സ്മാൾ ആർ ആയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ക്യാപിറ്റൽ വൈനെ സ്മാൾ വൈ ആയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ എന്ന് കിട്ടും. നമുക്ക് F1 ജനറേഷനിൽ എല്ലാം റൗണ്ട് യെല്ലോ സീഡ്സ് ആയിരിക്കും നമുക്ക് F1 ജനറേഷനിൽ കിട്ടുന്നത്. ഇനി F2 ജനറേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ സെൽഫിങ് ചെയ്യണം. അതായത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈനെ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഗാമേറ്റ് എഴുതണം. അപ്പോൾ ഗാമേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ ആറിനെ ക്യാപിറ്റൽ വൈ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ക്യാപിറ്റൽ ആറിനെ സ്മാൾ വൈ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് സ്മോൾ ആറിനെ ക്യാപിറ്റൽ വൈ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്മാൾ ആറിനെ സ്മാൾ വൈ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കേണ്ടത്. ആദ്യം നിങ്ങൾ ക്യാപിറ്റൽ ആറിനെ ക്യാപിറ്റൽ വൈ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക, ക്യാപിറ്റൽ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്യാപിറ്റൽ ആറിനെ സ്മാൾ വൈ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞ് സ്മാൾ ആറിനെ ക്യാപിറ്റൽ വൈയുമായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക, സ്മാൾ ആറിനെ ദെൻ സ്മാൾ വൈയുമായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഗാമേറ്റ്സ് എങ്ങനെ കിട്ടും, ക്യാപിറ്റൽ ആർ സ്മാൾ വൈ, സ്മാൾ ആർ ക്യാപിറ്റൽ വൈ, സ്മാൾ വൈ. അപ്പുറത്തെ സൈഡിലും ഈ സെയിം ഗാമേറ്റ്സ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യിപ്പിക്കണം. എന്തിനു വേണ്ടി, F2 ജനറേഷന് വേണ്ടി. അതിനുവേണ്ടി പന്നർ സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ഗാമേറ്റ്സ് ഇതുപോലെ 2 സൈഡിലായിട്ട് എഴുതി വെച്ചിട്ട് ഗാമേറ്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക. ഫസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് സ്മാളിനെ ക്രോസ് ചെയ്യിപ്പിക്കാവൂ. അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്ന് വരും. അത് റൗണ്ട് യെല്ലോ ആണ്. ഇനി ക്യാപിറ്റൽ ആറിനെ തൊട്ടപ്പുറത്ത് ക്യാപിറ്റൽ ആറിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈനെയും സ്മാൾ വൈനെയും. അപ്പോൾ അവിടെ റൗണ്ട് യെല്ലോ സീഡായിരിക്കും. ഇനി ക്യാപിറ്റൽ ആറിനെയും പിന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്മാൾ ആറിനെയും പിന്നെ ക്യാപിറ്റൽ വൈനെയും ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതും റൗണ്ട് യെല്ലോ ആണ്. ഇനി ക്യാപിറ്റൽ ആറിനെയും ക്യാപിറ്റൽ വൈനെയും സ്മാൾ വൈനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അതും റൗണ്ട് യെല്ലോ ആണ്. ഇനി രണ്ടാമത്തെ കോളത്തിലെ ക്യാപിറ്റൽ ആറിനെയും പിന്നെ എന്താണ് ഫസ്റ്റത്തെ ആ ഒരു ഇതിലെ ക്യാപിറ്റൽ ആറിനെയും പിന്നെ എന്താണ് ക്യാപിറ്റൽ വൈനെയും സ്മാൾ വൈനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതും റൗണ്ട് യെല്ലോ ആണ് കിട്ടുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, സ്മാൾ എഴുതാനായിട്ട് പാടുള്ളൂ. ക്യാപിറ്റൽ ആർ എഴുതിയതിന് ശേഷമേ അടുത്തിന് സ്മാൾ ആർ എഴുതാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈ എഴുതിയതിന് ശേഷമേ സ്മാൾ വൈ എഴുതാവൂ. ഇനി ക്യാപിറ്റൽ ആറിനെ സ്മാൾ വൈനെയും ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റൗണ്ട് ഗ്രീൻ കളർ കിട്ടും. അത് കഴിഞ്ഞ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റൗണ്ട് യെല്ലോ കിട്ടും. വീണ്ടും ക്യാപിറ്റൽ ആർ സ്മാൾ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റൗണ്ട് ഗ്രീൻ കിട്ടും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റൗണ്ട് യെല്ലോ കിട്ടും. ദെൻ ക്യാപിറ്റൽ വൈ സ്മാൾ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റൗണ്ട് യെല്ലോ കിട്ടും. വീണ്ടും സ്മാൾ ആർ ക്യാപിറ്റൽ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റിങ്കിൾഡ് യെല്ലോ കിട്ടും. അത് കഴിഞ്ഞ്
സ്മാൾ ആർ സ്മാൾ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോഴും വീണ്ടും ഫ്രിങ്കിൾഡ് യെല്ലോ കിട്ടും. ഇനി ലാസ്റ്റത്തെ കോളമാണ്, അതിൽ ആർ സ്മാൾ വൈനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റൗണ്ട് യെല്ലോ കിട്ടും. അത് കഴിഞ്ഞ് ആർ സ്മാൾ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ റൗണ്ട് ഗ്രീൻ കിട്ടും. ദെൻ സ്മാൾ ആർ സ്മാൾ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ഫ്രിങ്കിൾഡ് യെല്ലോ കിട്ടും. ഇനി ഏറ്റവും ലാസ്റ്റത്തേതാണ് സ്മാൾ ആർ സ്മാൾ വൈനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ഫ്രിങ്കിൾഡ് ഗ്രീൻ കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പാരൻ്റൽ ജനറേഷനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഗാമേറ്റ്സിനെ സെൽഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഗാമേറ്റ്സ് എഴുതി ഇതേപോലെ പന്നറ്റ് സ്ക്വയർ വരച്ചിട്ട് എന്താണ് തമ്മിൽ ഇതുപോലെ തന്നെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ആ ഒരു ഡയഗ്രാമാണ്. ആ ക്രോസൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. ഗാമേറ്റ്സ് ആയിട്ടുള്ള ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഒരുമിക്കുകയും F1 ജനറേഷനിൽ അവർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. മെൻഡൽ F1 പ്ലാന്റ്സിനെ സെൽഫിങ് നടത്തിയപ്പോൾ അല്ലെങ്കിൽ സെൽഫ് ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചത് 3/4 ഓഫ് ദ F2 പ്ലാന്റ്സ് ഹാഡ് യെല്ലോ സീഡ്സ്. അതായത് 3/4 യെല്ലോ സീഡ്സ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു F2 പ്ലാന്റ്സിൽ. അതുപോലെ തന്നെ 1/4 ഹാഡ് ഗ്രീൻ. എന്താണ് 1/4 ഗ്രീൻ കളർ സീഡ് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ സെഗ്രിഗേറ്റഡ് ഇൻ 3:1 റേഷ്യോയിൽ യെല്ലോയും പിന്നെ എന്താണ് ഗ്രീൻ കളറും സെഗ്രിഗേറ്റ് ചെയ്തത് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സീഡ് ഷേപ്പായിട്ടുള്ള റൗണ്ട് സീഡും പിന്നെ വ്രിങ്കിൾഡ് സീഡും ഈ പറയുന്ന മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ ആയിട്ടുള്ള 3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ സെഗ്രിഗേറ്റ് ചെയ്തത് അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചു. F2 ജനറേഷൻ്റെ 3/4 എടുത്ത് നോക്കുമ്പോൾ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് യെല്ലോ സീഡ്സ് ആണ്. അതുപോലെ തന്നെ 1/4 എടുത്ത് നോക്കുമ്പോഴും ഗ്രീൻ സീഡ്സ് ആണ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ ഇങ്ങനെയാണ് വരുന്നത്: റൗണ്ട് യെല്ലോ ഈസ് ടു റൗണ്ട് ഗ്രീൻ ഈസ് ടു വ്രിങ്കിൾഡ് യെല്ലോ ഈസ് ടു വ്രിങ്കിൾഡ് ഗ്രീൻ. അതായത് ആദ്യം എത്ര റൗണ്ട് യെല്ലോ സീഡ് ഉണ്ടെന്ന് നോക്കും. 9 റൗണ്ട് യെല്ലോ സീഡാണുള്ളത്. ദെൻ എത്ര റൗണ്ട് ഗ്രീൻ ഉണ്ടെന്ന് നോക്കും, 3 എണ്ണം ഉണ്ട്. ദെൻ എത്ര വ്രിങ്കിൾഡ് യെല്ലോ ഉണ്ടെന്ന് നോക്കും, 3 എണ്ണമാണുള്ളത്. ദെൻ എത്ര വ്രിങ്കിൾഡ് ഗ്രീൻ ഉണ്ടെന്ന് നോക്കും, അത് ഒരെണ്ണമാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫിനോട്ടിപ്പിക് റേഷ്യോ ഇങ്ങനെ മാറും: 9:3:3:1. ഇതാണ് ഈ പറയുന്ന ഡൈഹൈബ്രിഡ് ക്രോസിലെ ഫിനോട്ടിപ്പിക് റേഷ്യോ. 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോയാണ് ഡൈഹൈബ്രിഡ് ക്രോസിന് ഉള്ളത്. The ratio of 9:3:3:1 can be derived as a combination series of 3 yellow is to 1 green with 3 round is to 1 wrinkled. ഇങ്ങനെ നമുക്ക് ഇതിനെ ഡിറൈവ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇതിനെ എഴുതാം: 3 round is to 1 wrinkled, 3 yellow is to 1 green. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്താണ് ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുന്നത്: 9 round yellow is to 3 wrinkled yellow is to 3 round green is to 1 wrinkled green. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നാണ് ലാസ്റ്റ് എങ്ങനെ ആയത് 9:3:3:1 എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോയിൽ ആയത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് 9 എന്ന് പറയുന്ന റൗണ്ട് യെല്ലോ ആണ്. റൗണ്ട് യെല്ലോ സീഡാണ് 9 എണ്ണം ഉള്ളത്. അടുത്തത് റൗണ്ട് ഗ്രീൻ സീഡാണ് അടുത്ത 3 എണ്ണം ഉള്ളത്. അടുത്ത 3 എന്ന് പറയുന്നത് വ്രിങ്കിൾഡ് യെല്ലോ സീഡാണ്. ഒന്നെന്ന് പറയുന്നത് വ്രിങ്കിൾഡ് ഗ്രീൻ സീഡാണ്. അത് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, ഓർത്ത് വച്ചിരിക്കുക, മാറിപ്പോകരുത്. ഇനി ക്യാപിറ്റൽ ആർ സ്മാൾ വൈനെയും ക്യാപിറ്റൽ ആർ സ്മാൾ വൈനെ റൗണ്ട് ഗ്രീൻ സീഡ്സ് എന്നാണ് പറയുന്നത്. സ്മാൾ ആർ സ്മാൾ വൈനെ വ്രിങ്കിൾഡ് ഗ്രീൻ സീഡ് എന്ന് പറയും. ഇനി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മാൾ വൈ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ക്യാപിറ്റൽ ആർ സ്മാൾ വൈ ക്യാപിറ്റൽ വൈനെ റൗണ്ട് യെല്ലോ സീഡ് എന്ന് പറയും. സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ സ്മാൾ വൈനെ വ്രിങ്കിൾഡ് യെല്ലോ സീഡ് എന്നാണ് പറയുന്നത്. അടുത്തത് ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ്. ഡൈഹൈബ്രിഡ് ക്രോസിലെ ലായാണ്, ഒറ്റ ലായാണ് ഉള്ളത്. മോണോ ഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ പറഞ്ഞു 2 ലാ ഉണ്ട്: ലാ ഓഫ് ഡോമിനൻസും ലാ ഓഫ് സെഗ്രിഗേഷനും. ഇതിൽ ഒറ്റ ലായാണുള്ളത്, ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ആ ഇൻഡിപെൻഡൻറ്റിൽ തന്നെ അതിൻ്റെ ആ ഒരു മീനിങ് ഉണ്ട്, എന്താണ് ലാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദ ലാ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ 2 pairs of traits are combined in a hybrid, segregation of 1 pair of characters is independent of the other pair of characters. 2 പെയറായിട്ടിരിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഒരു ഹൈബ്രിഡിൽ കമ്പൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒരു പെയറിൻ്റെ സെഗ്രിഗേഷൻ മറ്റേ പെയറിനെ എന്ത് ചെയ്യത്തില്ല, ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ആ ഒരു പെയർ ക്യാരക്ടർ അവിടെ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് മറ്റേ പെയറിനോട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 പുതിയ കോമ്പിനേഷനാണ് ഉണ്ടായത്: റൗണ്ട് ഗ്രീനും വ്രിങ്കിൾഡ് യെല്ലോയും. അപ്പോൾ ഇത് ഫോം ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ്. ട്രൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് കാരണമാണ്. ദാറ്റ് ഈസ് സീഡ് ഷേപ്പിൽ
റൗണ്ടും റിങ്കിൾഡും സീഡ് കളറിൽ യെല്ലോയും ഗ്രീനും വരാനുള്ള ആ ഒരു കാരണവും ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ്. 2 പെയർസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഒരു ഹൈബ്രിഡിൽ കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പെയറിൻ്റെ സെഗ്രിഗേഷൻ മറ്റേ പെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ്, എങ്ങനെയാണ് ആ ഒരു ക്രോസ് ചെയ്യേണ്ടത്, എന്താണ് ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.